ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ ഓൾജിബ്ര, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്പർ തിയറി, ഇതിലെ ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 40 ഇൻ എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 200 ഈസ്. ഓപ്ഷൻസ്: എ 16, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 50. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 200 ആണ് തന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്. ഓക്കെ, ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സെഡ് എൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആയിരിക്കും, അത് ഓർക്കണം. ഓക്കെ, ഇനി ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഓർത്തിരിക്കേണ്ട റിസൾട്ട് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇൻ സെഡ് എൻ ദ നമ്പർ ഓഫ് കെ ഓർഡർ എലമെന്റ്സ്, നമ്പർ ഓഫ് കെ ഓർഡർ എലമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു റിസൾട്ട് ആണ് പറയുന്നത്. ഇഫ് കെ ഡിവൈഡ്സ് എൻ, കെ എന്നിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ 5 ഓഫ് കെ ഓർഡർ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, 5 ഓഫ് കെ ഓർഡർ എലമെന്റ്സ് ഉണ്ടായിരിക്കും. കെ ഡസ് നോട്ട് ഡിവൈഡ് എൻ ആണെങ്കിൽ 0 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏതാണ് നമ്മുടെ ഗ്രൂപ്പ്? ഇവിടുത്തെ ഈ പ്രോബ്ലത്തിനകത്ത് നമ്മുടെ ഗ്രൂപ്പ് ജി എന്ന് പറയുന്നത് ഏതാണ്? സെറ്റ് 200 ആണ്. അതായത് എന്നിന്റെ പ്ലേസിൽ എന്താ? n is equal to 200 ആണ്, അല്ലേ? അപ്പോൾ ഈ സെറ്റ് 200ൽ 40 ഓർഡർ ഉള്ള എലമെന്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം, അല്ലേ? അപ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെക്ക് ചെയ്യണം? 40 ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 200നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, അല്ലേ? 40 200നെ ഡിവൈഡ് ചെയ്യും. സോ എത്ര എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? 5 40 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ഓർത്തിരിക്കേണ്ട റിസൾട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. 5 ഓഫ് കെ എങ്ങനെ കണ്ടുപിടിക്കുക? ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ ആണ്. ഇഫ് n is equal to n നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു. p1 പവർ n1, p2 പവർ n2, എക്സെട്ര pr പവർ nr. ഇത് നമ്മൾ ഇന്നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. ദെൻ 5 ഓഫ് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. n ഇൻറ്റു 1 മൈനസ് 1 ബൈ p1 ഇൻറ്റു 1 മൈനസ് 1 ബൈ p2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ pr. ഇതാണ് നമ്മുടെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? 5 ഓഫ് n കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ഇനി ഇപ്പോൾ n is equal to ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ 5 ഓഫ് p എന്ന് പറയുന്നത് p മൈനസ് 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് 5 ഓഫ് 40 കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് വേണം? നമ്മുടെ 40നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 40നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അതായത് 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 5, ദാറ്റ് ഈസ് 2 ക്യൂബ് ഇൻറ്റു 5 ആണ്, അല്ലേ? അപ്പോൾ 5 ഓഫ് 40 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ക്യൂബ് ഇൻറ്റു 5 ഇൻറ്റു ഈ ഒരു റിസൾട്ട് അനുസരിച്ചിട്ട് 1 മൈനസ് ആദ്യത്തെ പ്രൈം ഏതാ? 2 ആണ്. അപ്പോൾ 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് 1 ബൈ അടുത്ത പ്രൈം ഏതാ? 5 ആണ്, അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 5 ഇൻറ്റു 1 ബൈ 2 ഇൻറ്റു 4 ബൈ 5. ഇപ്പോൾ ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ ഒരു 2 ഉണ്ട്, ഇതിലെ ഒരു 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 ആകും. ദാറ്റ് ഈസ് 4 ഇൻറ്റു 4 ഈക്വൽ ടു 16 ആയിരിക്കും ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ദ നമ്പർ ഓഫ് ഓൺ ടു ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം സെറ്റ് 20 ടു സെറ്റ് 10. ഓക്കെ, നമ്പർ ഓഫ് എന്താണ്? നമ്പർ ഓഫ് ഓൺ ടു ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഹോമോമോർഫിസം കാണാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലേ? ഈ നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം സെഡ് എൻ ടു സെഡ് എം, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ജസ്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് GCD കണ്ടുപിടിച്ചാൽ മതി, അല്ലേ? GCD ഓഫ് n ആൻഡ് m കണ്ടുപിടിച്ചാൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു GCD ഓഫ് n ആൻഡ് m. ഇനി നമ്പർ ഓഫ് ഓൺ ടു ഹോമോമോർഫിസം ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഓൺ ടു
ഹോമോമോർഫിസം ഫ്രം സെഡ് എൻ ടു സെഡ് എം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ നോക്കുക, നമ്മുടെ ഈ എം എന്നിനെ ഡിവൈഡ് ചെയ്യണ്ടോ നോക്കുക. ഇഫ് എം ഡിവൈഡ്സ് എൻ, ദെൻ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എം ഓൺ ടു ഹോമോമോർഫിസംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇഫ് എം ഡസ് നോട്ട് ഡിവൈഡ് എൻ, ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ദെൻ നോ ഓൺ ടു ഹോമോമോർഫിസം അല്ലേ, നോ ഓൺ ടു ഹോമോമോർഫിസം, ദാറ്റ് ഈസ് 0 ഓൺ ടു ഹോമോമോർഫിസംസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എവിടെ നിന്ന് എവിടേക്കാ, സെറ്റ് 20ൽ നിന്ന് സെറ്റ് 10ലേക്കുള്ള ഓൺ ടു ഹോമോമോർഫിസംസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എം ഇസ് ഈക്വൽ ടു 10 ആൻഡ് എൻ ഇസ് ഈക്വൽ ടു 20 ആണ്. ഈ എം ഡിവൈഡ്സ് എൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അതായത് 20/10 അതെന്താ ഒരു ഇൻറ്റീജർ ആണ്, ദാറ്റ് ഈസ് 10 ഡിവൈഡ്സ് അതെ 10 ഡിവൈഡ്സ് 20നെ ഡിവൈഡ് ചെയ്യും. ദിസ് ഇംപ്ലൈസ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ഫൈ ഓഫ് എം ഹോമോമോർഫിസംസ് ഓൺ ടു ഹോമോമോർഫിസംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഫൈ ഓഫ് 10 ഓൺ ടു ഹോമോമോർഫിസംസ് ഉണ്ടായിരിക്കും. അഗെയിൻ ഫൈ ഓഫ് 10നെ നമ്മൾ എങ്ങനെ എഴുതുക, 2 × 5 എന്ന് എഴുതുക അല്ലേ. 10 × 1 - 1/2 × 1 - 1/5 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 10 × 1/2 × 4/5. 5ഉം ഇവിടുത്തെ 5ഉം കട്ട് ചെയ്ത് പോവും, ഇവിടെ 2ഉം ഇവിടെ 2 ഉണ്ട് കട്ട് ചെയ്ത് പോവും അല്ലേ. ബാലൻസ് എന്താ വരിക, 4 വരിക. ഓക്കെ, സോ 4 ഓൺ ടു ഹോമോമോർഫിസംസ് ആയിരിക്കും സെറ്റ് 20ൽ നിന്ന് സെറ്റ് 10ലേക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് അപ് ടു ഐസോമോർഫിസം ദ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ എന്താ 20, 25. ഓക്കെ, അപ്പോൾ ഈ ഒരു അതായത് 20, 25 ഓർഡറിലുള്ള എന്താണ് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ്, ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇഫ് n is equal to, അഗൈൻ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്, p1 പവർ n1, p2 പവർ n2 എക്സെട്ര pr പവർ nr ഇങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ് അപ് ടു അല്ലേ, നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ n അപ് ടു ഐസോമോർഫിസം ഈസ് ഈക്വൽ ടു, നമ്മൾ ചെയ്യേണ്ടത് ഈ പവേഴ്സിൻ്റെ പാർട്ടീഷൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതാം, നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ n അപ് ടു ഐസോമോർഫിസം ഈക്വൽ ടു പാർട്ടീഷൻ ഓഫ് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രൈംസിൻ്റെ പവേഴ്സിൻ്റെ പാർട്ടീഷൻസ്, പാർട്ടീഷൻ ഓഫ് p1 ഇൻറ്റു പാർട്ടീഷൻ ഓഫ് n1 ഇൻറ്റു പാർട്ടീഷൻ ഓഫ് n2 ഇൻറ്റു എക്സെട്ര പാർട്ടീഷൻ ഓഫ് n r ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ നമ്പർ എന്താണ്, n is equal to 20, 25 ആണ്. 20, 25 എന്ന് പറയുമ്പോൾ ആക്ച്വലി 45ൻ്റെ സ്ക്വയർ ആണ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 45ൻ്റെ സ്ക്വയർ അല്ലേ 45 × 45. അപ്പോൾ അതിനെ 5 × 9 × 5 × 9, അതായത് 3⁴ × 5 സ്ക്വയർ. സോ പവർ ഏതാണ്, 4ഉം 2ഉം. പാർട്ടീഷൻ ഓഫ് 4 എന്ന് പറയുന്നത് 5 ആണ്, പാർട്ടീഷൻ ഓഫ് 2 is equal to 2 ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും, p of 4 × p of 2 ചെയ്യുക, ദാറ്റ് ഈസ് 5 × 2 ഈക്വൽ ടു 10 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ 2⁻2025 ഈസ് ഡിവൈഡഡ് ബൈ 13. ഓക്കെ, 2⁻2025നെ 13 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എന്താ 2നെ 2⁻25 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 13 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കാണേണ്ട കാര്യമില്ല. നമുക്ക് നമ്പർ തിയറിയിലെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് തിയറംസ് ഒക്കെ അറിയാം അല്ലേ, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം, അതുപോലെ ഓയിലേഴ്സ് തിയറം, വിൽസൺസ് തിയറം, അങ്ങനെ കുറേ നെയിംഡ് തിയറംസ് നമ്മുടെ നമ്പർ തിയറിയിൽ വരുന്നുണ്ട്. ആ നെയിംഡ് തിയറംസ് എല്ലാം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫെർമാറ്റ്സ് തിയറം ഞാനിവിടെ എഴുതാം.
ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഓക്കെ, ഫെർമാറ്റ്സ് തിയറം ആണ്. ഫെർമാറ്റ്സ് തിയറം പറയുന്നത് ഇഫ് പി ഈസ് എ പ്രൈം നമ്പർ, P is a prime number and A is any integer. A is any integer. P is a prime number and A is any integer. And P does not divide A. P does not divide A. Then A raised to P is congruent to A mod P. ഇതാണ് ഫെർമാറ്റ്സ് തിയറം പറയുന്നത്. ഇതിനെ തന്നെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. A raised to P minus 1 is congruent to 1 mod P എന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് ഇനി കിടക്കാം. ക്വസ്റ്റ്യനിൽ ആക്ച്വലി എന്താ പറഞ്ഞേക്കുന്നത്, ഈ നമ്പറിനെ ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ. ഇപ്പോൾ A is congruent to B mod N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, എനെ N വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആണ് B. ഓക്കെ, അല്ലെങ്കിൽ A minus B is congruent to 0 mod N എന്ന് നമുക്ക് എഴുതാം. അതായത് A minus Bനെ N വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആണ് 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയുന്നതാണ് N divides A minus B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 raised to R mod 2 raised to 2025 congruent to R mod 30. ഈ 6 ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ എഴുതേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ തിയറംസ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ 2ഉം അതുപോലെ പിയുടെ പ്ലേസിൽ 13 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതെന്താ, പ്രൈം ആണ് ആൻഡ് 2 ഡസ് നോട്ട് ഡിവൈഡ് 13 അല്ലേ. അപ്പോൾ ഈ ഫെർമാറ്റ്സ് തിയറം അനുസരിച്ചിട്ട് ഫെർമാറ്റ്സ് തിയറത്തിൻ്റെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫെർമാറ്റ്സ് തിയറം അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം, 2 raised to എളുപ്പത്തിന് വേണ്ടി ഇത് എഴുതാണ് കേട്ടോ. 2 raised to 13 minus 1. 13 minus 1 is congruent to 1 modulo 13 അല്ലേ. അപ്പോൾ അതായത് 2 raised to 12 is congruent to 1 modulo 13 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അടുത്ത നമ്മൾ 2 raised to 12 എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ 12 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ 2025നെ ഡിവൈഡ് ചെയ്യാൻ പോവാം. 12 വെച്ചിട്ട് 2025നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര വരും, ഒരു തവണ അല്ലേ 12, റിമൈൻഡർ എന്ത് വരും, 8 വരും. 8 അപ്പോൾ 82. 2 നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് വരിക, 6 അല്ലേ വരിക അല്ലേ. 6 72 വരും. ഇപ്പോൾ റിമൈൻഡർ നമുക്കിവിടെ 10 വരും. 5 താഴേക്ക് എഴുതി. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 2025നെ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യൻ്റ് 168, റിമൈൻഡർ 9 ആണ്. അപ്പോൾ നമ്മുടെ ഈ 2025നെ നമുക്ക് എങ്ങനെ എഴുതാം, 12 into 168 + 9 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 2 raised to 2025. അപ്പോൾ അതിനെങ്ങനെ തന്നെ എഴുതാം, 2 raised to ഈ 2025നെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്, 12 into 168 + 9 എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് 12 into 168 + 9 എന്ന് നമുക്കിതിനെ എഴുതാം. ഇതിനെ വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്യാം. 2 raised to 12 into 168 ആണല്ലോ. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം 168 into 2 raised to 9 അല്ലേ. 2 raised to 9 എന്ന് എഴുതാം അല്ലേ. ഇനി ഇതെന്താണ്, മോഡുലോ 13, ഇതിൻ്റെ വാല്യൂ എന്താ, 1 ആണ്. അപ്പോൾ മോഡുലോ 13 നമ്മൾ എടുക്കുമ്പോൾ നമുക്കിത് എന്ത് കിട്ടും, 1 raised to 168. അതെന്താ തന്നെ വരിക, 1 വരും. പിന്നെ 2 raised to 9 ആയിരിക്കും വരുന്നത്. ഓക്കെ, 2 raised to 9. അപ്പോൾ നമുക്ക് 2 raised to 9ൻ്റെ വാല്യൂ ആണ് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 2 raised to 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. 2 raised to 4 ഈക്വൽ ടു 2 raised to 2 into 2 raised to 2 അല്ലേ. അതായത് 4 into 4 അതായത് 16 മോഡുലോ 13 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 3 വരും. ഇനി 2 raised to 4 into 2 raised to 4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 raised to 8 ആണ്. അപ്പോൾ 3 into 3
9 വന്നു അല്ലേ. ഇനി 2 raised to 9 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 into 2 raised to 8 അല്ലേ. അപ്പോൾ 2 into 9 ദാറ്റ് ഈസ് 18. 18 മോഡുലോ 13 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ വരിക? 5 ആയിരിക്കും വരിക. സോ റിമൈൻഡർ ഈസ് ഓപ്ഷൻ എ 5 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇക്വേഷൻ യു എക്സ് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ യു എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു യു വൈ വൈ ഈക്വൽ ടു 0 ഈസ് ഓപ്ഷൻ എ ഹൈപ്പർബോളിക് എവരിവെയർ, hyperbolic in the region y less than x square, hyperbolic in the region y square less than x, hyperbolic in the region y square is greater than x. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മുടെ ഈ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജനറലി ഇതിൻ്റെ ഞാനൊന്ന് എഴുതാം. ഇക്വേഷൻ എ ഇൻറ്റു യു എക്സ് എക്സ് പ്ലസ് ബി ഇൻറ്റു യു എക്സ് വൈ പ്ലസ് സി ഇൻറ്റു യു വൈ വൈ ഈക്വൽ ടു, ഇവിടെ വേറെ ഫങ്ഷൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഹൈപ്പർബോളിക് ആണോ പാരാബോളിക് ആണോ എലിപ്സ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കുക. അതായത് ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. ഈ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അത് പരാബോളിക് ആയിരിക്കും. പരാബോളിക് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഹൈപ്പർബോളിക് ആയിരിക്കും. ഓക്കെ, ബി സ്ക്വയർ മൈനസ് ac ലെസ് ദാൻ 0 ആണെങ്കിൽ അത് എലിപ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ നിന്നും പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കഴിയുമ്പോൾ അത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എ ഇസ് ഈക്വൽ ടു യു എക്സ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് 1, ബി ഇസ് ഈക്വൽ ടു യു എക്സ് വൈയുടെ കോയഫിഷ്യൻ്റ് ആണ് 2y, സി ഇസ് ഈക്വൽ ടു യു വൈ വൈയുടെ കോയഫിഷ്യൻ്റ് ആണ് അത് എക്സ് ആണ്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2y മൈനസ് 2y ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4y സ്ക്വയർ മൈനസ് 4x എന്നായിരിക്കും വരിക. ഓക്കെ, ഇനി ഹൈപ്പർബോളിക് ആണോ പാരാബോളിക് ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഇവിടെ ഇപ്പോൾ പരാബോളിക്കിൻ്റെ കേസ് ഹൈപ്പർബോളിക്കിൻ്റെ കേസ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 4y സ്ക്വയർ മൈനസ് 4x ഗ്രേറ്റർ ദാൻ 0 വരണം അല്ലേ. അപ്പോൾ 4 ഔട്ട് സൈഡ് എടുത്തു. 4 ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതിൽ നിന്ന് വൈ സ്ക്വയർ മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇതിൽ നിന്ന് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് നമുക്ക് എഴുതാം. സോ ഹൈപ്പർബോളിക് ആവുന്നത് ഏത് കേസിനകത്താണ്? വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് ആവുന്ന കേസിനകത്താണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 8x0 402 1260 is singular if x is equal to 0, x is equal to 2, x is equal to 4, x is equal to 8. അപ്പോൾ ഒരു മെട്രിക്സ് സിംഗുലർ ആവുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആവുന്ന കേസിനകത്താണ്. അപ്പം നമ്മളിവിടെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു എലോങ് ഈ ഒരു റോയാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് 8 ഇൻറ്റു 0 മൈനസ് 12 അല്ലേ. 0 മൈനസ് 12 മൈനസ് എക്സ് ഇൻറ്റു അല്ലേ, എക്സ് ഇൻറ്റു 0 മൈനസ് 24 ഈക്വൽ ടു ഇതാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 96 പ്ലസ് 24x എന്നാണ് കിട്ടുക. കോമൺ ആയിട്ട് നമുക്ക് 24 വേണമെങ്കിൽ മൈനസ് 24 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും? അല്ലെങ്കിൽ 24 എടുത്താൽ മതി, എക്സ് മൈനസ് 4 എന്ന് വരും. അപ്പോൾ നമുക്ക് സിംഗുലർ ആവണമെങ്കിൽ ഇനി ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ മതി നോക്കി. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 വരണം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 വരണമെങ്കിൽ എക്സിന് ഇതിൽ ഏത് വാല്യൂ കൊടുത്താൽ മതി എന്ന് നോക്കി വെച്ചാൽ മതി. ഏത് വാല്യൂ കൊടുത്താൽ മതി? എക്സിന് 0 കൊടുത്താൽ പറ്റില്ല, 2 കൊടുത്താൽ പറ്റില്ല, 4 കൊടുത്തു കഴിഞ്ഞാൽ 0 ആകും. അപ്പോൾ സിംഗുലർ ആവുന്നത് ഏതാണ്? ഓപ്ഷൻ സി, എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് ഓഫ് ദി സെയിം ഓർഡർ then which of the following is true? Option A, AB is always symmetric. Option B, AB is never symmetric. Option C, AB is q-symmetric. Option D, AB is symmetric if and only if AB equal to BA. Okay. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആവുകയാണെങ്കിലാണ് നമ്മൾ സിമെട്രിക് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും സിമെട്രിക് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ, അതുപോലെ തന്നെ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി. നമുക്ക് എ ബിയുടെ സിമെട്രി ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എ ബി സിമെട്രിക് ആവണമെങ്കിൽ എങ്ങനെ എഴുതണം? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതേണ്ടത്? നമുക്ക് എ ബി എന്ന് തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് എന്ത്? എ ബി സിമെട്രിക് ആവുള്ളൂ അല്ലേ.
സിമെട്രിക് ആവുള്ളൂ. ഇതാണോ നമുക്ക് കിട്ടേണ്ടത് എ ബി സിമെട്രിക് ആവണമെങ്കിൽ. അപ്പം ഞാൻ എ ബി ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ബി ട്രാൻസ്പോസ് എന്താ ബിനോട് ഈക്വലാ, എ ട്രാൻസ്പോസ് എന്താ എനോട് ഈക്വലാ. അപ്പോൾ എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി എ ആണ് ആയിട്ടുള്ളത്. അപ്പോൾ സിമെട്രിക് ആവണമെങ്കിൽ ഇത് എന്താവണം, എ ബി ആവണം. എ ബി ആവുന്നത് എപ്പോഴാ, ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ അല്ലേ, തിരിച്ചും അല്ലേ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരും, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത പ്രോബ്ലം, ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനന്റ് 1a b plus c 1b c plus a 1c a plus b is equal to. അപ്പോൾ നമ്മളിവിടെ സാധാ ഡിറ്റർമിനന്റ് കാണുന്ന പോലെ 1 ഇൻറ്റു ബി ഇൻറ്റു സി എ പ്ലസ് ബി മൈനസ് സി ഇൻറ്റു സി പ്ലസ് അങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മുടെ ഈ ഒരു മെട്രിക്സ് 1a b plus c 1b c plus a 1c a plus b ഈ ഒരു മെട്രിക്സ്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ 2 റോസ് 2 കോളംസ് ഇൻ്റർചേഞ്ച് ആണെങ്കിൽ ഡിറ്റർമിനന്റിനെ -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സ്കെയിലർ മൾട്ടിപ്പിൾ വെച്ചിട്ട് ഒരു റോയിനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഡിറ്റർമിനന്റിനെ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റോയുടെ കൂടെ മറ്റൊരു റോ ആഡ് ചെയ്യുകയോ ഒരു കോളത്തിൻ്റെ കൂടെ മറ്റൊരു കോളം ആഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിനന്റിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്യണത് C3 എന്ന് പറയുന്ന കോളം ചേഞ്ച് ചെയ്യാണ്. C3 ചേഞ്ചസ് ടു C3 പ്ലസ് C2 ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 1a a പ്ലസ് ബി പ്ലസ് സി 1b a പ്ലസ് ബി പ്ലസ് സി 1c a പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി ഞാൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എ പ്ലസ് ബി പ്ലസ് സീനെ എനിക്ക് കോമൺ ആയിട്ട് ഈ കോളത്തിൽ നിന്ന് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ C3 എന്ന് പറയുന്ന കോളത്തിന് നമ്മൾ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്, ഒരു 1/a പ്ലസ് ബി പ്ലസ് സി വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻറ്റ് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോൾ ഇതുകൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ സപ്പോസ് ഞാൻ ഇതിൽ നിന്ന് ഔട്ട് സൈഡ് എടുത്തു എന്ന് കരുതുക. അപ്പോൾ എന്ത് വരും, 1 1 1 എ ബി സി 1 1 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ 2 കോളംസ് സെയിം ആണ്, 2 കോളംസ് സെയിം ആകുകയോ 2 റോസ് സെയിം ആകുകയോ ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ദി ഡിറ്റർമിനൻറ്റ് ഓഫ് മെട്രിക്സ് വിൽ ബി 0. ഓപ്ഷൻ സി 0 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇന്ന് ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിലെ കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം പക്കയാക്കി മനസ്സിലാക്കി വയ്ക്കുക. അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ കുറച്ച് റിസൾട്ടുകൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്പർ തിയറിയിലെ ഫെർമാസ് ലിറ്റിൽ തിയറം എന്താണെന്ന് പറഞ്ഞു, ഫെർമാസ് തിയറം എന്താണെന്ന് പറഞ്ഞു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തു. പിന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹൈപ്പർബോളിക് പാരാബോളിക് എലിപ്റ്റിക് ആവുന്ന കേസുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ലീനിയർ ആൾജിബ്രയിലെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു നമ്മൾ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള തിയറിയും കൺസെപ്റ്റുകളൊക്കെ പക്കയാക്കി വയ്ക്കുക, റിസൾട്ടുകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരു സ്റ്റെപ്പ് ആകട്ടെ ഇത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.